ഹായ് ഫ്രണ്ട്സ്, ഞാൻ സരുൺ ജോസഫ് കോട്ടയം ഫിഷിംഗ് ലെൻസിൻ്റെ മറ്റൊരു എല്ലാവർക്കും ഉപകാരപ്പെട്ട ഒരു നല്ലൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ കാർ ഫിഷിങ്ങിന് പോകുമ്പോൾ നല്ല ആഴമുള്ള സ്ഥലങ്ങളിൽ, അതായത് നമ്മുടെ ചില ഡാമുകൾ, നല്ല ആഴമുള്ള ഡാം, പിന്നെ നമ്മുടെ പാറമടയിലൊക്കെ നമ്മൾ ഫിഷിങ്ങിന് പോകാൻ നേരത്ത് നമുക്ക് ചിലപ്പം ഫ്ലോട്ട് ഇടാതെ നമ്മൾ ഫിഷിങ് ചെയ്യും. നമ്മൾ പുഴയിലും ആറ്റിലുമൊക്കെ നമ്മൾ ബൈറ്റ് കാസ്റ്റിംഗ് ചെയ്യുന്ന പോലെ അവിടെ നമ്മൾ ചെയ്തു നമുക്ക് റിസൾട്ട് കിട്ടാതെ വരും. പക്ഷേ എല്ലാവരും പറയും മുകളിൽ നല്ല ആക്ടിവിറ്റി കാണിക്കുന്നുണ്ട്, ബട്ട് മീൻ കിട്ടുന്നില്ല, മീൻ അടിക്കുന്നില്ല എന്നങ്ങനെയൊക്കെ പറയും. അപ്പം നമ്മൾ ചെയ്യേണ്ട വേറൊന്നുമല്ല. അപ്പോൾ അവിടെ വെള്ളത്തിൻ്റെ തണുപ്പും ചൂടും ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ചാണ് കാർപ്പ് ഐറ്റംസ് നിൽക്കുന്നത്. അപ്പോൾ നല്ല ആഴമുള്ള സ്ഥലങ്ങളിൽ കാർപ്പ് അടിയിലേക്ക് പോകാത്ത ഒരു സിറ്റുവേഷൻ വരും. അപ്പം അതുകൊണ്ട് നമ്മളത് ഫ്ലോട്ട് ഇട്ട് നമ്മൾ മീൻ പിടിക്കും. അപ്പോൾ അതെങ്ങനെയാണ് ആ ഫ്ലോട്ട് ഇടുന്നതെന്ന് നോക്കാം. അപ്പം നമ്മൾ ഫ്ലോട്ട് ഇടുന്ന ഒരു ചെറിയ കുപ്പിയിലാണ്, അതായത് ഒരു 10 രൂപയുടെയൊക്കെ ഒരു പെപ്സിയുടെയും കൊക്കോളയുടെയും നമ്മുടെ എന്താ പറയുന്നത് മാംഗോ ജ്യൂസിൻ്റെയൊക്കെ കുപ്പി കിട്ടും ചേർത്തിട്ട് അതിലാണ് നമ്മൾ ഫ്ലോട്ട് ഇടുന്നത്. ആ ഫ്ലോട്ട് നമ്മൾ ബ്രൈഡിൽ ഇടും, പിന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ മോണോലൈനിലാണ് ഇടുന്നത്, അതിടും. അതും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. അതിനകത്ത് നമ്മുടെ ആഴം കൂടിയ സ്ഥലത്ത് നമ്മൾ ഫ്ലോട്ട് ഇടുമ്പം, അതായത് വെള്ളത്തിൻ്റെ ഉപരിതലത്തിൽ മുകളിൽ നിന്ന് ഒരു 1.5 മീറ്റർ അടിയിൽ നമ്മുടെ ബൈറ്റ് നിൽക്കണം. ആ ഒരു രീതിയിൽ വേണം നമ്മൾ ഫ്ലോട്ട് ഇടാൻ വേണ്ടി. അപ്പോൾ ആ ഫ്ലോട്ട് ഇടേണ്ടതും നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അത് എങ്ങനെയാണ് ആ ഫ്ലോട്ട് ഇടുന്നത് എന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഞാനിപ്പോൾ നിങ്ങളോട് പറയട്ടെ, ഇതിപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളായിരിക്കും. അറിയാൻ മേലാത്തവർക്ക് വേണ്ടി നമ്മുടെ വീഡിയോ. അപ്പം നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സൈഡിലുള്ള ബെല്ലൈക്കനും കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ ഫ്ലോട്ടിങ് കെട്ടാനായിട്ട് നമുക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പരിചയപ്പെടാം. ഇത് ഞാൻ എടുത്തേക്കുന്നത് സ്യുവലാണ്. ഒരു 2 സ്യുവൽ എടുത്തുള്ളൂ, ഒരു ചെറുതും ഒരു വലിയതുമായിട്ടുള്ള 2 സ്യുവൽ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ കണക്ടറും അതുപോലെ തന്നെ ഒരു 2 എണ്ണം, ഒരു ചെറുതും ഒരു വലുതുമായിട്ടുള്ള ഒരു 2 കണക്ടർ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഒരു മുത്ത്. അത്രയും വലിയ മുത്ത് വേണമെന്നൊന്നുമില്ല, ഇതിലും ചെറിയ മുത്താവാം. ഒരു മുത്ത് അത് ഞാൻ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ തൽക്കാലം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ഷിമാനോയുടെ 8 ഫീറ്റിൻ്റെ റോഡാണ്. അതുപോലെ തന്നെ FX 4000 റീലും ആണ് ഇപ്പോൾ തൽക്കാലം നിങ്ങളെ മുന്നിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത്. പിന്നെ ഞാനിപ്പോൾ ഇവിടെ ഫ്ലോട്ട് കെട്ടാൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ സ്പൈഡറിൻ്റെ സൂപ്പർ പവർ 48 LV 0.37 mm ഇനി നമുക്ക് ആവശ്യമുള്ള നമ്മുടെ ആദ്യം ഒരു കുപ്പി എടുക്കണം. നമ്മൾ ഫ്ലോട്ട് കെട്ടാനായിട്ട് നമ്മളാദ്യം കുപ്പിയാണ് എടുക്കുന്നത്. ആ കുപ്പിയിൽ നമ്മുടെ അടപ്പ് തുറന്നിട്ട് നമ്മുടെ ബ്രൈഡ് അതിൻ്റെ വാവട്ടത്ത് നല്ലപോലെ ഇതുപോലെ ചുറ്റിയെടുക്കുക. എന്നാൽ ചുറ്റിയെടുത്ത് നല്ലൊരു കെട്ട് കെട്ടണം. കെട്ട് കെട്ടിയിട്ട് നമ്മുടെ സ്യൂല് കയറ്റാൻ പറ്റത്തക്ക രീതിയിൽ ഒരു ഹോൾ ഇടണം. ഇതുപോലെ. ഇത് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അത് ഇതുപോലെ ഒരു ഹോൾ വരത്തക്ക രീതിയിൽ നല്ലപോലെ കെട്ടിയിടുക. ഇതുപോലെ. എന്നിട്ട് നമ്മുടെ കുപ്പിയുടെ അടപ്പ് നല്ല രീതിയിൽ ടൈറ്റ് ആക്കുക, വെള്ളം അകത്തോട്ട് കയറാത്ത രീതിയിൽ. ഇനി നമുക്ക് അടുത്തായിട്ട് വേണ്ടത് നമ്മുടെ കണക്ടറാണ്. കണക്ടറിൻ്റെ ഒരു ചെറിയ പീസ് കണക്ടർ എടുക്കാം. ഈ കണക്ടറിനകത്തോട്ട് നമ്മുടെ ഒരു ചെറിയ സ്യുവൽ അത് കടത്തിവിടുക. അത് കടത്തിവിട്ട് ലോക്ക് ചെയ്യുക. ഈ താഴത്തെ ഭാഗത്തോട്ട് നമ്മൾ ഈ കറുത്ത സ്യുവൽ, നമ്മൾ ഈ ചെറിയ സ്യുവൽ കയറ്റി നമ്മളത് ലോക്ക് ചെയ്തിടും. അപ്പോൾ ഇങ്ങനെ നമ്മൾ ലോക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ബോട്ടിലെടുക്കുക. നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന ബോട്ടിലിനകത്തോടി നമ്മുടെ ഈ കണക്ടർ കടത്തി അതും ഈ ബോട്ടിലിൻ്റെ ആ ഒരു ഭാഗവും നമ്മൾ കണക്റ്റ് ചെയ്യുക, അതായത് ലോക്ക് ചെയ്യുക. നമ്മുടെ ഫ്ലോട്ട് ഏകദേശം നല്ല റെഡി ആയിട്ടുണ്ട്. ഇത് കഴിഞ്ഞിപ്പോൾ നമ്മുടെ ബ്രൈഡേൽ എങ്ങനെയാണ് നമ്മൾ നിർത്തുന്നതെന്ന് ഞാൻ പറഞ്ഞു തരാം.
ഇപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ നേരത്തെ ഇങ്ങോട്ട് സൂചിപ്പിച്ച പോലെ അതായത് നമ്മുടെ പാറമടയിലും പിന്നെ അതുപോലെ തന്നെ ആഴമുള്ള ഡാമുകളിലും നമ്മൾ ഫ്ലോട്ട് ഇടാൻ നേരത്ത് വെള്ളത്തിൻ്റെ ഉപരിതലത്തിൽ നിന്ന് ഒരു 1.5 മീറ്റർ താഴ്ന്ന് വേണം നമ്മുടെ ബൈറ്റ് കിടക്കാനായിട്ട്. അപ്പം ആ ഒരു ബൈറ്റ് കിടക്കാനായിട്ട് നമ്മുടെ ബ്രൈഡയിൽ ഒരു 1.5 മീറ്റർ മുകളിലോട്ടായിട്ട് ഇതിങ്ങനെ ഒരു കെട്ട് കെട്ടും. ഒരു കെട്ട് അത് ഈ ഒരു കെട്ട് ഒരു 3 കെട്ടായിട്ട് വലുതാക്കണം. നമ്മൾ ഈ കെട്ട് കെട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെടുത്തിരിക്കുന്ന മുത്ത്, ആ മുത്ത് ഈ ഇതിൽ വന്ന് തട്ടി നിൽക്കണം. ഈ മുത്ത് ഈ തുളയിൽ ഈ ഒരു കുരുക്കുമായിട്ട് തട്ടി നിൽക്കണം. മുത്തിനകത്ത് ഈ ഒരു കെട്ട് കയറി പോകാത്ത രീതിയിൽ നമ്മൾ ഒരു 2-3 തവണ കെട്ടി അതിന് മുകളിൽ തന്നെ കെട്ടി വലുതാക്കി വെക്കുക. ഇനി നമുക്ക് മുത്തെടുക്കാം. ആ മുത്തിൻ്റെ തുളയിലൂടെ നമുക്ക് നമ്മുടെ ബ്രൈഡ് കടത്തി വിടാം. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, ഞാനിപ്പോൾ ഇവിടെ കാണിക്കാൻ വേണ്ടി മാത്രം ഒരു ബ്രൈഡ് എടുത്ത് കാണിച്ചേക്കുവാണ്. നമ്മൾ ഈ ഫ്ലോട്ട് കിട്ടുമ്പോൾ നിങ്ങൾ കഴിയുന്നതും മോണോലൈൻ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. വേറെ ഒന്നുമല്ല, നല്ല ഒരു ബ്രൈഡ് ലൈൻ നശിപ്പിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചാണ്. അത് അത്രയും നമുക്ക് പിന്നീട് വേറൊരു ആവശ്യത്തിന് വന്ന് നമുക്ക് ഇത്രയും കട്ട് ചെയ്ത് കളയേണ്ടി വരും. അത് കുഴപ്പമില്ലാത്തൊരു ഇത് തന്നെ യൂസ് ചെയ്യില്ലാത്തൊരു നമ്മുടെ ഒരു മോണോലൈൻ തന്നെ യൂസ് ചെയ്യാം. അതുകൊണ്ട് ഇതുപോലെ ഇപ്പോൾ നമ്മുടെ മുത്ത് ഇങ്ങനെ കടത്തി വിട്ട് കഴിയുമ്പോൾ നമ്മുടെ ഈ ഒരു കെട്ടൽ വന്ന് മുത്തിങ്ങനെ ഉടക്കി നിൽക്കണം. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ നോക്കാം. നമ്മുടെ ഫ്ലോട്ട് കെട്ടി വെച്ചേക്കുന്ന കുപ്പി എടുത്തിട്ട് നമ്മുടെ ലാസ്റ്റ് നമ്മുടെ ആ എൻഡ് ഭാഗം എടുക്കുക. എന്നിട്ട് നമ്മുടെ ആ സ്യുവലിൻ്റെ അകത്ത് വഴി നമ്മുടെ ഫ്ലോട്ട് കെട്ടിയേക്കുന്ന കുപ്പി ഞാൻ കടത്തി വിടുക. എന്നിട്ട് നേരെ നമ്മുടെ മുത്തിൻ്റെ മുകൾ ഭാഗത്തുണ്ട് ഇതുപോലെ ഇങ്ങനെ ഉടക്കി നിൽക്കും, വെള്ളത്തിൽ ഇതുപോലെ ഇങ്ങനെ നിൽക്കും. ഇനി നമുക്ക് ചെയ്യേണ്ട മെയിൻ കാര്യം, നമ്മുടെ ഈ ബ്രൈഡിൻ്റെ ലാസ്റ്റ് നമ്മൾ വലിയ ആ ഒരു സ്യൂയിലൂടെ കെട്ടി ഫിനിഷ് ചെയ്യുക എന്നുള്ളതാണ് അടുത്തത്. അപ്പോൾ നമുക്ക് നമ്മുടെ ആ സ്യൂവൽ എടുത്തിട്ട് എങ്ങനെ നല്ല അടിപൊളിയായിട്ട് നല്ല ഈസി ആയിട്ട് ആ സ്യൂവൽ എങ്ങനെ കെട്ടി നിർത്താം എന്ന് നമുക്ക് പഠിക്കാം. ഞാൻ എടുത്തേക്കുന്ന ഈ നമ്മുടെ വലിയ സ്യൂവലാണ്. ഇതിലാണ് നമ്മുടെ ഫീഡറിൽ നമ്മൾ ബൈറ്റ് ഫുള്ളായിട്ട് നിറച്ച് പോപ്പും ഫിറ്റ് ചെയ്ത് നമ്മൾ ഈ സ്യൂവലയിലാണ് കണക്ട് ചെയ്ത് നമ്മൾ വെള്ളത്തിലോട്ട് എറിയുന്നത്. അപ്പോൾ നമ്മുടെ ഈ സ്യൂവൽ അതിനെ കെട്ടുന്നത് നോക്കാം നല്ല എളുപ്പത്തിൽ. ഇതുപോലെ ഇങ്ങനെ നമ്മുടെ ബ്രൈഡ് മടക്കി എടുത്തിട്ട് സ്യൂവലിൻ്റെ തുള വഴി അകത്തോട്ട് കയറ്റുക. എന്നിട്ട് നമ്മൾ സാധാരണ രീതിയിൽ കെട്ടുന്ന പോലെ ഒന്ന് അകത്ത് വഴി കയറ്റി ഒന്ന് ഇറക്കി വെക്കുക. ഇതുപോലെ ഇറക്കിയതിന് ശേഷം നമ്മുടെ ഇതുണ്ട് ഈ ഒരു തുള വഴി നമ്മുടെ സ്യൂവലിൻ്റെ മറ്റേ അറ്റം തൂങ്ങിക്കിടക്കുന്ന ആ ഒരു തലഭാഗം ഇതിനകം വഴി വെളിയിലോട്ടെടുക്കണം. എന്നിട്ട് നമ്മൾ വലിച്ച് മുറുക്കുക. ഓരോരോ ബ്രൈഡും വലിച്ച് നല്ല ടൈറ്റ് ചെയ്യുക. ഈ ഒരു നല്ല സ്ട്രോങ് കെട്ടാണ് ഇത്. ഒരു രക്ഷ നമ്മൾ മുറിച്ച് കളയാതെ ഇത് അഴിഞ്ഞു പോകത്തില്ല. അതുപോലത്തെ നല്ല സ്ട്രോങ് കെട്ടാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ അതുപോലെ തന്നെ ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിൽ കാണുന്ന ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് പറയുന്ന ഓപ്ഷനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ബാക്കി വരുന്ന ആ ഒരു ബ്രൈഡ് അങ്ങ് കട്ട് ചെയ്ത് കളയാം. ഇപ്പം നമ്മുടെ സ്യൂവൽ മെയിൻ മെയിനായിട്ട് നമ്മൾ നിർത്തുന്ന നമ്മുടെ സ്യൂവൽ നമ്മൾ കെട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ലാസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ കണക്ടറാണ്. കണക്ടർ കൂടെ ജോയിൻ ചെയ്ത് നമുക്കങ്ങ് ഫിനിഷ് ചെയ്തേക്കാം. ഇനിയിപ്പം നമ്മുടെ ഇവിടെ ഫീഡറാണ് ഫിറ്റ് ചെയ്യേണ്ടത്. ഫീഡറാണ് ഫീഡർ ഇടുക, നമ്മൾ വെള്ളത്തിലോട്ട് ഇടുക. ഇപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് ഫീഡർ ഒന്ന് എങ്ങനെയാണ് നമ്മുടെ ഇതിൽ കണക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ പൊപ്പും ഫീഡറും നമ്മുടെ ഈ എന്താ പറയുക ഫ്ലോട്ടും കൂടെ എങ്ങനെ കിടക്കുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യാം.
അപ്പോൾ നമ്മുടെ സംഭവം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് നോക്കാം എങ്ങനെയാണ്. ഇതാണ് നമ്മുടെ ഫ്ലോട്ടിങ്. ഇനി നമുക്ക് നമ്മുടെ ആ കണക്ടറിൽ നമുക്ക് നമ്മുടെ ഫീഡറും കൂടെ, അതായത് പോപ്പപ്പ് ഉൾപ്പെടെയുള്ള നമ്മുടെ ഫീഡർ ഇവിടെ ഒന്ന് കണക്ട് ചെയ്ത് നമുക്കൊന്ന് നോക്കാം. ഇത് നമ്മുടെ കണക്ടറാണ്. കണക്ടർ നമ്മുടെ ഫീഡറിൻ്റെ ഹോളിലൂടെ കയറ്റി വിട്ട് ഒന്ന് ലോക്ക് ചെയ്യുക. ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫീഡർ സെറ്റായിട്ടുണ്ട്. ഇനി ഇപ്പം നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ ഫീഡറിൽ നല്ലപോലെ നമ്മുടെ ബൈറ്റ് ഫില്ല് ചെയ്യുക. പിന്നെ നമ്മുടെ പോപ്പപ്പ് അത് സെറ്റ് ചെയ്യുക. നമ്മുടെ ബൈറ്റ് കാസ്റ്റ് ചെയ്യുക. അപ്പം നമ്മുടെ ഈ ചാനൽ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. പിന്നെ സൈഡിലുള്ള ബെൽ ഐക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പം നമ്മളിടുന്ന നല്ല വീഡിയോസുകളും നല്ല ഹെൽപ്പായിട്ടുള്ള എല്ലാ വീഡിയോസുകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ആദ്യം തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നിടം വരെ ഗുഡ് ബൈ.